RSSന്റെ അജണ്ട അത് രാഷ്ട്രീയമായി തന്നെ കേരളത്തിന് മേൽ സംസ്ഥാന സർക്കാരിന് മേൽ കെട്ടിവെക്കാൻ തന്നെയാണോ വിശ്വനാഥ് അർലേക്കർ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടും ഇന്നലെയും സർവകലാശാല സംഘടിപ്പിച്ച പരിപാടിയിൽ കാവിക്കൊടി പിടിച്ച വനിതയുടെ ചിത്രം ഉൾപ്പെടുത്തണമെന്ന നിർബന്ധ ബുദ്ധി അതെന്തിന്റെ പേരിലാണ് കമേഷ്? വിനിഷ, തീർച്ചയായും ഈ RSSന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വ്യാപകമായി ഉപയോഗിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ചിത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് BJPയും അതുപോലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ നിലയിലുള്ള ഇടപെടൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ പൊതുപരിപാടികളിലും മറ്റ് പൊതു ഇടങ്ങളിൽ നടക്കുന്ന, അതായത് ഈ സർവകലാശാല ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ അത്തരം നിയമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഈ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിലും പൊതുപരിപാടികളിൽ സർക്കാർ പരിപാടികളിലൊന്നും അത്തരത്തിൽ ആ ചിത്രം ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ അതിനുശേഷവും രാജ്ഭവനിൽ ഉൾപ്പെടെ ഈ RSSന്റെ കാവിക്കൊടി ഏന്തിയ പതാക അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ തന്നെയാണ് ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകി ഒരു ഉച്ചയ്ക്ക് ശേഷം നടന്ന വലിയ പ്രതിഷേധങ്ങൾ ഈ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് അത് അക്ഷരാർത്ഥത്തിൽ അത് യുദ്ധക്കളമായി മാറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു പ്രശ്നമുണ്ടായത് എന്ന് തന്നെ വേണം പറയാൻ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം SFI പ്രവർത്തകർ ഉൾപ്പെടെ ക്യാമ്പസിന് പുറത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്കകത്തും വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നില വന്നപ്പോൾ പോലീസ് വളരെ കൃത്യമായി ഗവർണർക്ക് ഈ വിവരം കൈമാറിയതാണ്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, അതായത് ക്രമസമാധാന പ്രശ്നം ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ പരിപാടിയാണ്, അതായത് പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘപരിവാർ സംഘടനയുടെ പരിപാടിയാണ് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് നടത്തിയിട്ടുള്ളത്. ആ പരിപാടി ഒഴിവാക്കണം. അതൊരു പൊതുപരിപാടിയല്ല, ഒരു സ്വകാര്യ പരിപാടിയാണ്, അത് ഒഴിവാക്കണം. ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന നിലയിലുള്ള വിവരം പോലീസ് കൃത്യമായി ഗവർണറെ അറിയിച്ചതാണ്. പക്ഷേ എന്നിട്ട് പോലും ആദ്യഘട്ടത്തിൽ വരുന്നില്ല എന്ന ഒരു കാര്യം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഗവർണർ ആ സംഘർഷഭരിതമായ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഗവർണറുടെയും BJPയുടെയും അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകളുടെയും ശ്രമം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, ഈ പരിപാടി ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു സ്ഥിതി കൂടി വന്നതിന് പിന്നാലെ വലിയ തരത്തിൽ ഈ യുവമോർച്ച പ്രവർത്തകരെ ഈ ഹാളിനകത്ത് കുത്തിക്കയറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി കഴിഞ്ഞ ദിവസം കണ്ടു. പല ആളുകളും പറയുന്നത് കേട്ടു, ഈ യുവമോർച്ച എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ ഈ വന്നു കയറിയ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കരുതിക്കൂട്ടി ഒരു പ്രശ്നമുണ്ടാക്കുക, സംഘർഷമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. SFI പ്രവർത്തകർ, ഈ പ്രതിഷേധം സംഘടിപ്പിച്ച SFI പ്രവർത്തകർക്കെതിരെ വലിയ ഒരു മർദ്ദനം അല്ലെങ്കിൽ ആ നിലയിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ചില KSU പ്രവർത്തകർ ഈ ഹാളിനകത്തേക്ക് തള്ളിക്കയറാനും പ്രതിഷേധിക്കാനും ശ്രമിച്ചു. ഇവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനമാണ് യുവമോർച്ചയുടെ പ്രവർത്തകർ അഴിച്ചുവിട്ടത് എന്ന കാര്യവും നമുക്കറിയാം. പല കുട്ടികളും ആശുപത്രിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റു. മീഡിയ 1 ചാനലിന്റെ അസിസ്റ്റന്റ് ക്യാമറമാനും ഡ്രൈവറുമായിട്ടുള്ള സജിൻ ലാൽ എന്ന യുവാവിന് വലിയ തരത്തിൽ മർദ്ദനമേൽക്കുകയും കണ്ണിന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹാളിനകത്ത് ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഈ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു ഗുണ്ടാ പ്രവർത്തനം തന്നെയാണ് സ്വാഭാവികമായും ഇതിനകത്ത് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം അതിനുശേഷം ഈ ഹാളിനകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു ചാനൽ റിപ്പോർട്ടറുടെ നേർക്കും ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമം ഉണ്ടായി എന്ന നിലയിലും പിന്നീട് വാർത്തകളുണ്ടായി. ഏതായാലും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നിലയിലാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ പരിപാടിയിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന് പങ്കെടുത്തത്. കൃത്യമായി പോലീസിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് കൂടി, അതായത് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന നിർദ്ദേശം എന്ന മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കൂടി ആ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് നിലവിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ആകെ മർദ്ദിച്ച് അവശരാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ന് KSU ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗവർണർക്കെതിരെയും ഈ സർവകലാശാലയുടെ VC ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ പരിപാടി അനുവദിച്ചത് അല്ലെങ്കിൽ ഇതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ് എന്ന ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് ഏറ്റവും അവസാന ഘട്ടം വരെയും രജിസ്ട്രാർക്ക്, അതായത് സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഇടപെടേണ്ട ആൾ രജിസ്ട്രാറാണ്, കാര്യങ്ങൾ തീരുമാനിക്കുന്ന രജിസ്ട്രാറാണ്. പക്ഷേ രജിസ്ട്രാർ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VC നേരിട്ടാണ് ഇത്തരത്തിൽ ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾക്ക് ഇവിടെ പരിപാടി നടത്താനും ഇത്തരത്തിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തത് VC ആണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും പിന്നീട് പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ നിലയിലൊരു RSSന്റെ പരിപാടിയായി ഈ പരിപാടി സർവകലാശാലയ്ക്കകത്തൊരു പരിപാടി സംഘടിപ്പിക്കാനും ഇത്തരത്തിൽ വലിയ ഒരു കലാപം സൃഷ്ടിക്കാനുമുള്ള ഒരു ഇടപെടൽ, ബോധപൂർവമായ ഇടപെടലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ആ നിലയിൽ ഈ RSSന്റെ കൊടിയേന്തിയ, കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ വഹിച്ചുകൊണ്ടുള്ള ഗവർണറുടെയും സംഘപരിവാർ സംഘടനകളുടെയും രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. വിനിഷ, ഭരണഘടനാ പദവിയാണ് ഗവർണർ. ആ പദവിയിൽ ഇരിക്കുന്ന ആളെ നിരന്തരം ഭരണഘടനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അത് ഇനി അറിയില്ലെങ്കിൽ അത് ഞങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും എന്ന SFIക്കാർ പറയുന്നുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥ. എന്താണ് സർക്കാർ നിലപാട്? സർക്കാർ എന്ത് നിലപാട് ഇക്കാര്യങ്ങളിൽ എടുക്കുന്നു? ഗവർണറുടെ നടപടികളിൽ എന്താണ് നിലപാട് സർക്കാരിൻ്റേത് എന്നാണ് അറിയേണ്ടത്. വിനിഷ, തീർച്ചയായും ഈ വിഷയത്തിൽ സർക്കാർ വളരെ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഭരണഘടനാപരമായ അല്ലെങ്കിൽ നിയമപരമായ ഈ സർക്കാർ പരിപാടികൾ നടത്തുന്നതിന് ചില ചട്ടങ്ങളുണ്ട്, ചട്ടങ്ങളും അതിൻ്റെ കാര്യങ്ങളുമുണ്ട്. അതനുസരിച്ച് നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ഏതൊരു പൊതുപരിപാടിക്കകത്തും സംഘടിപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നടത്താൻ പാടുള്ളൂ എന്ന കൃത്യമായ നിർദ്ദേശം സർക്കാർ നടത്തിയിട്ടുണ്ട്. ഭരണഘടനാപരമായ അല്ലെങ്കിൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഏത് നിലയിലാണ് ഒരു പ്രത്യേക മതത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുള്ള ചിഹ്നങ്ങളും മറ്റ് കൊടികളുമൊക്കെ ഉയർത്തിക്കൊണ്ട് ഒരു പൊതുപരിപാടി അതും രാജ്ഭവനകത്ത് സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമായും കേരളീയ സമൂഹം ഉന്നയിച്ച ചോദ്യമാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ ഈ കൃഷി വകുപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിക്കകത്താണ് ആദ്യമായി ഈ RSSന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ വിഷയം ഉയർന്നു വരുന്നത്. ആ പരിപാടിയിൽ ആദ്യം ചാർട്ട് ചെയ്ത പ്രകാരം അത്തരത്തിലൊരു പുഷ്പാർച്ചനയോ ഈ RSSന്റെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കലോ പരിപാടികളോ ഒന്നും ആദ്യം ചാർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് മന്ത്രിക്ക് നൽകിയ, പിറ്റേന്ന് രാവിലെ പരിപാടിയുടെ അന്ന് മന്ത്രിക്ക് നൽകിയ ചാർട്ടിലാണ് ഇത്തരത്തിലൊരു സംഗതി തിരികെ കയറ്റുന്ന സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായും കൃഷിമന്ത്രി P. പ്രസാദ് ആ പരിപാടി ബഹിഷ്കരിക്കുകയും അതേ പരിപാടി സെക്രട്ടേറിയറ്റ് വളപ്പിൽ വെച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് തന്നെ വളരെ കൃത്യമായ ഒരു എതിർപ്പ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെ ഈ രാജ്ഭവനകത്ത് ഒരു പരിപാടിയിൽ ഇതുപോലെ RSSന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ പരിപാടി ബഹിഷ്കരിച്ചിറങ്ങിപ്പോരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് കൂടി, അതായത് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി ഇതിനൊരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് ഗവർണറുടെയും രാജ്ഭവന്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും നേരത്തെ നമുക്കറിയാം, നേരത്തെ ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും സർക്കാരിനെതിരെ നേരിട്ട് യുദ്ധം ചെയ്യാനുള്ളൊരു പുറപ്പാടാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സമാനമായ നിലയിലേക്ക്, അതായത് പ്രത്യക്ഷത്തിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റിന് സംസ്ഥാന സർക്കാരുമായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശ്രമിക്കുന്നില്ല എങ്കിൽ പോലും വളരെ പരോക്ഷമായി സൈലന്റായി സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തുന്നുണ്ട് എന്ന് തന്നെ ന്യായമായും സംശയിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. ആ നിലയിൽ തന്നെയാണ് നിലവിലെ കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ, ഈ പൊതുപരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, ഇവയെല്ലാം വളരെ കൃത്യമായി രാജ്ഭവനെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരമേ പരിപാടി നടത്താവൂ എന്ന കാര്യവും ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനിഷ. ശരി, കമലേഷ് തെക്കേക്കാടാണ്. ഗവർണർ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? RSS ഭാരതാംബ, കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം, അത് ഭരണഘടന അനുശാസിക്കാത്ത വിധം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ കൃത്യമായി മനഃപൂർവ്വം ആ ചടങ്ങിനെ
ഇല്ലാതാക്കുക അല്ലെങ്കിൽ സർക്കാർ നിലപാടിനെ എതിർക്കുക എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ കാണിക്കാനായി അത്തരത്തിലുള്ള മുൻ നിലപാടോടു കൂടി തന്നെ വന്ന് ആ പരിപാടിയിലേക്ക് ആ ചിത്രങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് നിലപാട് കൃത്യമായ RSS അജണ്ട കുത്തിവെക്കാനുള്ള ഗവർണറുടെ കൃത്യമായ ഇൻറ്റൻഷൻ അതിന് പിറകിലുണ്ട് എന്ന് തന്നെ സംശയിക്കുന്ന നിലപാടുകളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്നേതായാലും കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് തൃശ്ശൂരിൽ നടക്കാനിരിക്കുകയാണ്. ഈ ബിരുദദാന ചടങ്ങിൽ ചിത്രീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക വകുപ്പിൻ്റെ കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ ചടങ്ങിലേക്കാണ് ഭാരതാംബയുടെ ചിത്രം, കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രവുമായി രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ വരുന്നത്. ഇന്ന് കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് തൃശ്ശൂരിൽ നടക്കാനിരിക്കുമ്പോൾ മന്ത്രി പി പ്രസാദും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് വിലക്ക്, ചിത്രീകരണ വിലക്ക് പരിപാടിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറുടെ RSS അജണ്ട അത് മറന്നേക്ക് പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമൽട്ടവൻ പോകുമ്പോൾ കടുക്കനിട്ടവൻ വരും എന്ന അവസ്ഥയാണ് ഗവർണർ പദവി കൈയാളുന്നവരുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നത്.